പോളിടെക്നിക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യത്തോടെയാണ് തുടങ്ങാൻ പോകുന്നത്. ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ ഫോൺ ഉണ്ടാവില്ല, TV ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലാപ്ടോപ്പേ ഉണ്ടാവില്ല, ലൈഫിൽ വേറെ ഒരു ഗാഡ്ജറ്റ്സും വേണ്ട, ഒരു കണ്ണാടി മാത്രം വെച്ചാൽ മതി. ഹൗ ഡു യു ഫീൽ? വെൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് പോളിടെക്നിക്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആപ്പിൾ വിഷൻ പ്രോ. സോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂൺ 5 ഒരു സംഭവം നടന്നു. വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിൽ നടന്ന ഒരു പ്രസ്താവന. ആപ്പിൾ വിഷൻ പ്രോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വാട്ട് ഇസ് ഇറ്റ്? ഇത് ആൾക്കാരൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കുട്ടിമാമ, ഞാൻ വരെ ഞെട്ടി. ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ശ്രീനി, ഇത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുമെന്ന് എനിക്ക് ഡൗട്ട് ആവുന്നുണ്ട് ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞു. ബിക്കോസ് അത്രയ്ക്ക് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ടെക്നോളജി, ഒരു കണ്ണാടി, നമ്മളിങ്ങനെ ഒരു ഗോഗിൾസ്, AR ആൻഡ് VR മിക്സ് ആവുന്ന ഒരു ഗോഗിൾസ്. സാധാരണ ഒരു AR VR ടെക്നോളജിയൊക്കെ വരുന്ന സമയത്ത് എന്താണ് പറ്റുക? മൊത്തം നമുക്ക് കട്ട് ഓഫ് ആണ്, പുറത്തുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അതിനകത്ത് നമ്മൾ ഇമ്മേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിടുമ്പോൾ നമുക്കിപ്പം ഞാൻ നിങ്ങളുടെ ക്യാമറ ഇപ്പം നിങ്ങളെയൊക്കെ കാണുന്നു, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കണ്ണിന് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് കാണുന്ന ഒരു സിനിമയാണെങ്കിൽ അതും ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാ സാധനവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ട് നിർത്തുകയാണ്. വാട്ട് എ ടെക്നോളജി! ഫ്യൂച്ചർ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. ഓൾമോസ്റ്റ് 12 ക്യാമറാസ്, 5 സെൻസേഴ്സ്, 6 മൈക്സ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒരു കീബോർഡും ഒരു മൗസും ഒക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ബിക്കോസ് ഇത് എങ്ങനെ ക്ലിക്ക് ചെയ്യും? ഇപ്പം നമ്മൾ കാണുന്ന ഐക്കോൺസ്, അതായത് ഫോണിൽ നമ്മൾ കാണുന്ന ഐക്കോൺസ് നമ്മൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ കൈ വെച്ച് തൊടുകയാണ് ചെയ്യുന്നത്. ഹൗ ഡു യു സെലക്ട്? കണ്ണ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ണ് വെച്ച് നമ്മൾ നോക്കുന്നതിന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ കൈ ഇങ്ങനെ കണക്റ്റഡ് ആവുന്നു. ഈ സെൻസേഴ്സ് നമ്മുടെ ഈ ക്യാമറയുടെ താഴെയുള്ള നമ്മുടെ കണ്ണാടിയുടെ താഴെ കുറേ സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് ഇപ്പം നമ്മൾ ടേബിളിലാണ് കൈയെങ്കിൽ ഭയങ്കര എക്സ്റ്റെൻസീവ് വ്യൂ ആണ്. ഈ സെൻസേഴ്സിന് ഭയങ്കര വ്യൂ ആണ്. അത് നമ്മളുടെ ദേഹം മുഴുവൻ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫുൾ സറൗണ്ടിങ്സ് വരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. M2 ചിപ്പാണ് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന M2 ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ പ്രോഗ്രാമിംഗ്. ആൻഡ് R1 ചിപ്പാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ സെൻസർ ഡേറ്റ മാനേജ്മെൻറ്റ്. അതായത് ലാഗ് ഒന്നും വരാണ്ട് പെട്ടെന്ന് നമുക്ക്, അതായത് റിയൽ ടൈമിൽ തന്നെ നമ്മുടെ സെലക്ഷനും നമ്മുടെ നാവിഗേഷനൊക്കെ നടക്കാൻ വേണ്ടി R1 ചിപ്പാണ് ഇവർ യൂസ്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കും, സാധാരണ നമ്മൾ TV-യുടെ ഒക്കെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഭയങ്കര പിക്സൽസ് ആയിരിക്കും. TV-യുടെ അടുത്തൊക്കെ ആരെങ്കിലും പോയി നിന്നിട്ടുണ്ടോ? ഭയങ്കര ഒരു ഫുൾ ബ്ലറായിട്ട് കുറേ എന്തൊക്കെയോ ഡോട്ട്സ് ഒക്കെ കാണാം. അതിനാണ് പിക്സൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ 1 ഇഞ്ച് ഡിഫറൻസിലാണ് നമ്മുടെ കണ്ണിൻ്റെ അടുത്താണ് 2 TV വെക്കുന്നത്. അതായത് 4K റെസൊല്യൂഷനിൽ 2 TV ആണ് 2 കണ്ണിന് വേണ്ടി അവർ തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ സാധാരണ ഒരു കമ്പ്യൂട്ടറിനേലും അല്ലെങ്കിൽ സാധാരണ ഒരു സ്ക്രീനിലും 64 ടൈംസ് മോർ പിക്സൽസ് ആണ് ഒരു സ്റ്റാമ്പ് സൈസിനകത്ത് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരിക്കലും ഇതിൻ്റെ പിക്സൽസ് നമുക്ക് കാണാനും പറ്റില്ല. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ഭയങ്കര ടെക്നോളജിയാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഐ വാസ് ജസ്റ്റ് ഇമാജിനിങ് ദി എമൗണ്ട് ഓഫ് ടെക്നോളജി ആൻഡ് data that has gone into. I'm sure ഇത് നേരത്തെ ആപ്പിൾ ആൾക്കാർ കണ്ടുപിടിച്ചതായിരിക്കും. പക്ഷേ ഇന്ന് അവരിത് റിലീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം ഇറ്റ്സ് ബിക്കോസ് ഇവർക്ക് ഈ മാർക്കറ്റ് നേരത്തെ പിടിക്കണം. അതുപോലെയായിരുന്നു പണ്ട് അവർ ഐപോഡൊക്കെ, എനിക്ക് ഓർമ്മയാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ ഇറക്കുമ്പോൾ അവരതിൽ പയനിയേഴ്സ് മാത്രമല്ല, അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറക്കി എന്നുള്ളതിൽ അവർ ഏറ്റെടുത്തു. ഐഫോണും അതുപോലെ, ലാപ്ടോപ്സും അതുപോലെ, AR VR ഗോഗിൾസിലും ഇവർ തന്നെയായിരിക്കും മുമ്പിലെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ പുറകിലുള്ള കുഷനിങ് ഒരു ബ്രീതബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്, സ്ട്രെച്ച് ബ്രീതബിൾ. ആൻഡ് ഇതൊരു മോഡുലർ സിസ്റ്റത്തിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ തല വലുതായിരിക്കും. ഇപ്പം എൻ്റെയൊക്കെ തല എന്ന് വെച്ചിട്ടുണ്ടല്ലോ, കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ 3 പീസായിട്ട് മോഡുലർ രീതിയിലാണ് ഇവർ ഈ VR AR ഗോഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെക്കുമ്പോൾ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാം. എനിക്ക് ഒരു ചെറിയ ഡ്രോബാക്ക് എനിക്ക് തോന്നി, ബട്ട് ഐ തിങ്ക് ഇത് ഫസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇത് എന്തായാലും അവർ അപ്ഗ്രേഡ് ചെയ്യുമല്ലോ. ആപ്പിളിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ചെറിയ മാറ്റം കൊണ്ടിരുന്നതുകൊണ്ട് സൂപ്പർ അടുത്ത സാധനം എന്ന് പറയും. ഇതിൻ്റെ ബാറ്ററിയാണ് എനിക്കിതിൽ ഏക ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ബിക്കോസ് ഇവർ പറയാണ് ബാറ്ററി എക്സ്റ്റെൻഡഡ് ആയിട്ട് നമുക്ക് പുറത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാം ആൻഡ് അത് പോക്കറ്റിൽ വെക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സൽവാർ കമ്മീസ് ഇടുന്ന ഒരാളാണ്, സാരി എടുക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ എവിടെ എനിക്ക് പോക്കറ്റ് ഇല്ല. അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ ആൾക്കാർ ഇടുന്ന പോലെ ഒരു ബാഗ്, സ്ലിംഗ് ബാഗും കൂടി ഇതിന് ഫ്രീ ആയിട്ട് തന്നാൽ നന്നായിരുന്നെന്ന് ഞാൻ ടിമ്മണ്ണനെ അറിയിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ റൂമിൽ എൻ്റെ ഹാളിലിരുന്നാണ് സിനിമ കാണുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ ഹാളിലുള്ള സാധനങ്ങളൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. പ്ലസ് ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും. ഇങ്ങനെ കാണിച്ചാൽ മതി.
ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒന്ന് ആലോചിച്ചൊക്കെ. ആൻഡ് പാനോറമിക് വ്യൂ ഭയങ്കരമായിരിക്കും. ഇങ്ങനെ എനിക്കിതിൽ ഇവരുടെ വീഡിയോയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ആ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ആ വീഡിയോ. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒരു 3 minutes ബ്രീത് ചെയ്യുന്നൊക്കെ നമ്മുടെ വാച്ച് നമ്മളോട് പറയും. അതിനകത്ത് വരുന്ന ആ വീഡിയോ, ആ ഒരു വിഷ്വൽ സാധനം അവർ അങ്ങനെ ആ കണ്ണടിയുടെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതായത് നമ്മുടെ പുറകിലൊക്കെ എന്തൊക്കെയോ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ സിനിമ അല്ലെങ്കിൽ ഗെയിം എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇമ്മേഴ്സീവ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുകയാണ്, ബെൻ ഹർ എന്ന് പറയുന്ന ഒരു സിനിമ, ആ കുതിര ഇങ്ങനെ ഓടി വരുന്ന സീനെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പം ആലോചിക്കുക, എനിക്ക് ഈ വീട്ടിൽ ഇരുന്നത് കാണണ്ട, എനിക്ക് ഹിമാലയത്തിലിരുന്ന് ഈ സിനിമ കാണണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാം. നിങ്ങളുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീച്ചാക്കാം, അല്ലെങ്കിൽ ഹിമാലയം ആക്കാം, അല്ലെങ്കിൽ സൂ ആക്കാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആക്കാം. ഇഷ്ടമുള്ള ബാക്ക് ഡ്രോപ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി. ഇപ്പം എനിക്ക് പറയണം, എനിക്ക് അമ്മ വന്നാൽ ഒന്ന് അറിയണം, അമ്മ മോളെ പാല് റെഡി എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് കേൾക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓൺ ചെയ്ത് വെക്കാം. അതും വേണ്ട, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനില്ല, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരെയും കേൾക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ യു ക്യാൻ കട്ട് ഓഫ് ദാറ്റ് സൗണ്ട്. അതിൻ്റെ ഓപ്ഷനും നമുക്കുണ്ടാകും. ഐ ഡോണ്ട് നോ ഹൗ സേഫ് ഇറ്റ് ഇസ്, പക്ഷേ ദേ ആർ പ്രൊവൈഡിങ് യു വിത്ത് ഓൾ ദീസ് ഓപ്ഷൻസ്. ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അനദർ തിങ് ഈസ് ദ ഫേസ് ടൈം. ഫേസ് ടൈമിൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ മുഖത്ത് ഇത്രയും വലിയ ചക്ക പോലത്തെ ഒരു കണ്ണാടി ഉള്ളപ്പോൾ ഫേസ് ടൈമിൽ എങ്ങനെ നിങ്ങൾ ഭംഗിയായിട്ടിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നോ ചാൻസ്. ഇതിനും അവരൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കണം, എന്നിട്ട് നിങ്ങളുടെ മുഖത്തിന് അവർ മൊത്തം സ്കാൻ ചെയ്യും. അതായത് നിങ്ങളുടെ ഓരോ ഫേഷ്യൽ മസിലിൻ്റെ മൂവ്മെൻറ്റും എക്സ്പ്രഷൻസും നിങ്ങളുടെ ഐ മൂവ്മെൻറ്റ്സും എല്ലാം ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഇതിന് ശേഷം ഇത് വെച്ച് ഫേസ് ടൈം ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ഫേസ് അത് ക്രിയേറ്റ് ചെയ്യുകയും ആ ഫേസിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ എക്സ്പ്രഷൻസ് അവർ റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മേക്കപ്പ് ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി വേറൊരു കാര്യം എനിക്ക് നിങ്ങൾ ചിലപ്പോൾ കുട്ടിമാമ ശരിക്കും ഞെട്ടാൻ പോകുന്ന ഒരു കാര്യം, ഇതിൻ്റെ ക്യാമറ. അതായത് നിങ്ങൾ സാധാരണ ഒരു ക്യാമറ എന്തൊക്കെ ചെയ്യണം, ഒരു നല്ല മൊമെൻറ്റ് കിട്ടിയാൽ ഫോൺ തപ്പണം, ക്യാമറ തുറക്കണം, എന്നിട്ട് ക്ലിക്ക് ചെയ്യണം. ഇതങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി കണ്ണാടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടൺ അമർത്തിയാൽ വീഡിയോ മറ്റേ റെക്കോർഡ് അല്ലെങ്കിൽ ക്യാമറ റെക്കോർഡ് ഇത് രണ്ടും നടക്കും. അതും 3 dimensional 3Dയിലാണ് ഇത് റെക്കോർഡ് ചെയ്യുക. ആദ്യമായിട്ടാണ് ആപ്പിൾ 3D റെക്കോർഡിംഗ് ആൻഡ് 3D ഫോട്ടോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഡെപ്തും ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ഈ സാധനം നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പിന്നെയും റീപ്ലേ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ആ മൊമെൻറ്റിൽ നിങ്ങൾ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും ഡെപ്തിലായിരിക്കും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാപ്ചറിങ് നടക്കാൻ പോകുന്നത്. എനിക്ക് ഇത് കേട്ടപ്പോൾ വേറൊരു കാര്യം തോന്നി, ഇപ്പോൾ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. ബിക്കോസ് ഇത് പ്രൈവസി ഇഷ്യൂ ആവാണ്ടിരിക്കണമല്ലോ. ബിക്കോസ് നമുക്കറിയില്ല ഇയാൾ എന്താണ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യാണോ ക്യാമറ, അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇതിൽ വേറൊരു സംഭവം ഉള്ളത്, ഇതിൻ്റെ പുറത്തും ഒരു നല്ലൊരു സ്ക്രീനാണുള്ളത്. അതായത് ഇതിൽ ഡിസ്പ്ലേ സ്ക്രീനാണ് ഇവർ പുറത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ആൾക്കൊരു ഓക്വേർഡ് ഫീലിംഗ് വേണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട് അടുത്ത് വന്നിരുന്നു, നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് അവർക്ക് കാണാം, പക്ഷെ അത് ആക്ച്വലി കണ്ണല്ല, അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. വാട്ട്? നിങ്ങൾ ആരെങ്കിലും കണ്ണാടി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അയ്യോ പേളി എനിക്ക് കണ്ണാടി ഉണ്ട് പേളി, എൻ്റെ പവർ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കണ്ണാടിയുടെ പവർ പറഞ്ഞാൽ അവർ സൈസിൻ്റെ ലെൻസ് വെച്ചിട്ട് നിങ്ങളുടെ പവറിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലത്തെ കണ്ണാടിയൊക്കെ ഉണ്ടാക്കി തരും. എനിക്ക് വയ്യ, അതൊന്ന് പോകണം. ദേ ആർ കൺസിഡറിങ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അവർക്കറിയാം ആപ്പിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. സോ എല്ലാവർക്കും കമ്പാറ്റബിൾ ആയിട്ട് അവർ ഉണ്ടാക്കുവാണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ വേറൊരു കാര്യമായിരിക്കും, എൻ്റെ ഫോൺ പോലെയല്ലേ അപ്പോൾ ഇത്, അതായത് നിങ്ങളുടെ എല്ലാ ഡേറ്റ ഇതിലുണ്ട്, അപ്പോൾ ഇത് ആരെങ്കിലും എടുത്ത് യൂസ് ചെയ്താലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നോ ചാൻസ്. നിങ്ങളുടെ കണ്ണാണ് ഇതിൻ്റെ അൺലോക്ക് ചെയ്യാൻ പോകുന്ന സാധനം. അപ്പോൾ നിങ്ങളുടെ കണ്ണ് കിട്ടിയില്ലെങ്കിൽ അത് അൺലോക്ക് ചെയ്യില്ല, വേറെ ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ കാര്യത്തിൽ ഇത് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓൾറെഡി നമുക്ക് ഐഫോണിലൊക്കെ പണ്ട് ഹേ സിറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു വോയിസ് കമാൻഡ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം ഹേ സിറി എന്ന് പോലും വിളിക്കണ്ട, സിറി എന്ന് വിളിച്ചാൽ തന്നെ അത് വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹേ സിറി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, സിറി എന്ന് വിളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്ന പോലെ തന്നെ ഇതിലും വോയിസ് കമാൻഡിലൂടെ നമുക്ക് കുറേ ഡയറക്ഷൻസ് കൊടുക്കാം. ഇതിന് കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റും, അതായത് വെർച്വൽ കീബോർഡ്. അപ്പം ഇമാജിനറി ആയിട്ട് എയറിൽ ഇങ്ങനെ ഒരു കീബോർഡ് വരും, നമുക്കത് ടൈപ്പ് ചെയ്യാം. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ലൈക്ക് ഐ സെഡ്. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാവും തോന്നുന്നുണ്ടാവും. യെസ്, എനിക്കത് തോന്നിയായിരുന്നു. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് ശരിക്കുള്ള കീബോർഡ് വേണമെങ്കിൽ മാജിക് കീബോർഡ് ഇതിനായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളൊരു മാക് ബുക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക് ബുക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഐ വാണ്ട് എ ബിഗർ സ്ക്രീൻ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക്
വലിയൊരു സ്ക്രീൻ വേണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് വലിയ TV ഇനി ആവശ്യമില്ല. സോ മാക്ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇഫ് യു വാണ്ട് ടു കൺവേർട്ട്, അതായത് പെട്ടെന്ന് മാക്ബുക്കിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് പെട്ടെന്ന് വലിയ സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ ഒരു ബ്ലിങ്ക് ഓഫ് ആയി അത് അങ്ങനെ കണക്ട് ആവും ആൻഡ് യു ക്യാൻ ക്രിയേറ്റ്. ചിലപ്പോൾ അതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് യു ക്യാൻ ലുക്ക് അറ്റ് എ ബിഗർ സ്ക്രീൻ. അതൊക്കെ ഭയങ്കര. അപ്പം വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പം സ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് ആൻഡ് വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഹാളിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് തുറന്നു വയ്ക്കാം. ഈ സൈഡിൽ നമ്മുടെ ഫുൾ സൂം മീറ്റിംഗ് ഇസ് ഹാപ്പനിങ്, ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രോഡക്റ്റ് ഡിസൈൻ ഇസ് ഹാപ്പനിങ്, ഇതിൻ്റെ ഇടയിൽ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് വീട്ടിലാണ് വെച്ചിട്ട് വന്നിരിക്കുന്നതിൽ കൊച്ചിൻ്റെ മോണിറ്റർ അവിടെ തുറന്നു വയ്ക്കാം. സോ ഇതെല്ലാം നമുക്ക് കണക്റ്റഡാണ്. ഇവിടെ നിന്ന് വലിച്ച് അങ്ങോട്ടിടാം ഇങ്ങോട്ടിടാം. അയൺമാൻ സിനിമയിൽ വന്ന അതേ സീൻസ്. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പ്രൈസ്, ലെറ്റ്സ് കം ടു ദ പ്രൈസ്. ഓൾമോസ്റ്റ് 3 lakhs ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യയിലൊക്കെ എന്തായാലും 3.5 അടുപ്പിച്ച് വരും. പക്ഷേ ഇമാജിൻ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ട് ഇത്രയും വലിയൊരു സ്ക്രീനുള്ളൊരു TV നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാമെങ്കിൽ ഒബ്വിയസ്ലി പൈസ വല്ല വില വരില്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇമാജിൻ ദ ടെക്നോളജി. ഐ തിങ്ക് കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ചീപ്പർ ആവും ആൻഡ് ഡെഫിനറ്റ്ലി വേറെ ആൾക്കാർ ഇതൊക്കെ കോപ്പി അടിച്ച് അവരുടെ വേർഷനൊക്കെ ഉണ്ടാക്കുമായിരിക്കും, ഹോപ്പ്ഫുള്ളി. ബട്ട് ഡെഫിനറ്റ്ലി ഇതാണ് ഫ്യൂച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി സച്ച് എ കൺവീനിയൻറ്റ് വേ. പക്ഷെ ഇത് എത്രത്തോളം ആൾക്കാരെ തമ്മിൽ അകറ്റും എന്നുള്ളതിൽ ഭയങ്കര ഒരു ഡൗട്ട് എനിക്കുണ്ട്. ബിക്കോസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകത്തായിരിക്കും നമ്മൾ, ഫോർ ഷുവർ. സോ ഓൺ ദ ഹോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഇങ്ങനെ പറയാനുണ്ട്. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് കവർ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഭർത്താവ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ സത്യമായിട്ട് ഞാൻ ഒലക്കെടുത്ത് അടിക്കും. ബിക്കോസ് ഞാൻ വിളിച്ചാൽ കേൾക്കില്ല, എന്നെ കാണാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. മാത്രമല്ല ഐ കാൺ ഷെയർ ഇറ്റ്. ഇപ്പം ശ്രീനി ഒരു സിനിമ കാണുകയാണെങ്കിൽ എനിക്ക് ആ സിനിമ, ഇപ്പം നമ്മൾ TV യിലാണ് കാണണമെങ്കിൽ എനിക്ക് അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ ഇതാകുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഓൺലി ഹീ ക്യാൻ സീ ഇറ്റ് ഓർ ഷീ ക്യാൻ സീ ഇറ്റ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അനദർ തിങ് ഈസ് ഇതിൻ്റെ ബാറ്ററി, ലൈക്ക് ഐ സെഡ്, അതൊരു എക്സ്റ്റെൻഡഡ് സാധനമാണ്. പക്ഷേ ഇൻ എ വേ അത് നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഈ ഹെഡ്ഫോൺസിൻ്റെ, ഈ ഗോഗിൾസിൻ്റെ വെയിറ്റ് അതുകൊണ്ട് കുറയുന്നുണ്ട്. മാത്രമല്ല റേഡിയേഷൻ ഒക്കെ കുറയും എന്ന് പറഞ്ഞിട്ടാണ് ഇവരത് എക്സ്റ്റേണൽ സാധനമായിട്ട് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് തിങ്. ഇനി ഫ്യൂച്ചറിൽ ഇത് ഡെഫിനറ്റ്ലി ഇതൊരു ചെറിയ കണ്ണാടി പോലെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പം ഇതിൻ്റെ സെക്യൂരിറ്റി എന്തൊക്കെയായിരിക്കും? ഇപ്പം തന്നെ ഓൾറെഡി പല ആൾക്കാരും നമുക്ക് അനാവശ്യമായിട്ട് വീഡിയോസ് എടുക്കുന്നു, നമ്മളുടെ ഹിഡൻ വീഡിയോസ് എടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇഷ്യൂ നടക്കവേ ഒരാൾ വെറുതെ ഒരു കണ്ണാടി ഇട്ടിട്ട് വന്നിട്ട് ചിലപ്പോൾ അയാൾക്കൊരു മൊത്തം വീഡിയോ എടുക്കാം, അതും 3Dയിൽ എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് എത്രത്തോളം സേഫ് ആയിരിക്കും ഇൻ ഫ്യൂച്ചർ എന്ന് എനിക്കറിയില്ല. പക്ഷേ ടെക്നോളജി നമുക്ക് എത്ര വേണ്ട എന്ന് വെച്ചാലും അത് എന്താ പറയുക, അഡ്വാൻസ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ്. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് എപ്പിസോഡ്. ഇനിയും അടിപൊളി ന്യൂസുകളും ഗാഡ്ജറ്റ്സും ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ലവ് യു ആൾ ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു ചെറിയ മാറ്റം ഞങ്ങൾ എപ്പിസോഡിൽ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് കമൻറ്റ് ബിലോ.